ഹായ് ഫ്രണ്ട്സ്, അപ്പം എൻ്റെ പേര് മിനി സുനിൽ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ എല്ലാ അമ്മമാരെയും അല്ല ഞാൻ പറഞ്ഞത്, പകുതി ഈ 100-ൽ ഒരു 50% അമ്മമാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈ പറയുന്നത് മിക്കവാറും ഉള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും അല്ലേ. ചില അമ്മമാരുണ്ടല്ലോ, അവരുടെ സ്വന്തം ആമക്കളും സ്വന്തം ആമക്കൾ പോട്ടെ, ആമക്കളുടെ കാര്യം എടുക്കണ്ട, മരുമക്കളെ എടുക്കുക. ഫസ്റ്റ് മരുമക്കളുടെ കാര്യം പറയും. നമുക്ക് മരുമക്കളുടെ കാര്യം പറഞ്ഞു തുടങ്ങാം. സ്വന്തം മരുമക്കൾ, അതായത് മോളെ ഭർത്താവ് മോളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഈ അതായത് മോളുടെ അമ്മ, അതായത് അമ്മയെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ മോളെ കൊണ്ടുവരും, പോകും, സംസാരിക്കും, എല്ലാമായിട്ട് നല്ല റിലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു മരുമോനെ ആ അമ്മ പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ മരുമോന, അതായത് എൻ്റെ മോടെ ഭർത്താവ്, എൻ്റെ മരുമോൻ എന്ത് നല്ല സ്വഭാവം, നല്ല തങ്കം പോലത്തെ സ്വഭാവമാണ്. അവൻ ആ കുടുംബസ്നേഹിയാണ്. അവൻ്റെ ഭാര്യയെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്, പിന്നെ ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുവരുന്നുണ്ട്, ഞങ്ങളോട് മിണ്ടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലായിടവും കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ മോളെ, എൻ്റെ കൊച്ചുമക്കളെ കൊണ്ട് നടക്കുന്നുണ്ട്, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മേടിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മരുമോൻ കുടുംബസ്നേഹിയാണ് അല്ലേ. ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതേപോലെ കാശ് കൊണ്ടുവന്ന് എൻ്റെ മോടയിലാണ് കൊടുക്കുന്നത്. എൻ്റെ മോളാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എല്ലാവരുമായിട്ട് നല്ല സ്നേഹമാണ്. അങ്ങനെ ഭയങ്കര മരുമോനെ അങ്ങ് പൊക്കി അങ്ങ് വാനോളം പുകർത്തും ചില അമ്മമാരും അല്ലേ. മിക്കവാറുമുള്ള വീട്ടുകളിലെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള വീട്ടിൽ കൂടുതലും ഞാൻ എന്നിൽ ഒരുപാട് കണ്ട അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോസായിട്ട് മുന്നിൽ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് കുറേ അമ്മമാർ. അതേസമയം സ്വന്തം മക്കളെ അവർ പറയുന്നത് എന്തായിരിക്കും? സ്വന്തം ആ മക്കൾ അവരുടെ ഭാര്യമാർക്ക് മാരെയും കൊണ്ട് ഇപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും, മക്കളെയും ഭാര്യയും കൊണ്ട് ഒന്ന് കറങ്ങാൻ പോവാട്ടെ, അല്ലെങ്കിൽ ചിലപ്പം വൈഫിൻ്റെ വീട്ടിലോട്ടൊന്ന് പോവാട്ടെ, ആ വൈഫിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ വന്നാൽ അങ്ങോട്ടൊന്ന് പോകുവാട്ടെ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ പറയുന്നതെന്ന് അറിയാമോ? എന്തായിരിക്കും പറയുന്നത്? നിങ്ങൾക്കത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അവർ പറയും, അവനെ പെങ്കോന്തനാ അവനാ, അതുകൊണ്ടാണ് അവളെ എവിടെ വിളിക്കുന്നു അങ്ങ് പുറകിനങ്ങ് ചെന്നോളും. അതുപോലെ തന്നെ അവിടെ വീട്ടുകാരെ എന്തോ കൈവശം കൊടുത്തിട്ടേക്കോ. ആ ചെറുക്കനാണെങ്കിൽ അവർ വീട്ടുകാരേന്ന് പറഞ്ഞങ്ങ് നടക്കുവാങ്ങ്. എല്ലാ ആഴ്ചയിലും അങ്ങ് പോകും വീട്ടിലങ്ങ്. ചുമ്മാ എന്ത് പറയാനാ, നാണക്കേട്. ഞങ്ങളെ ഒന്നും വേണ്ട അവന്, ഞങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ചെയ്യത്തില്ല, ഞങ്ങളെ വേണ്ട. അവൻ വെറും പെങ്കോന്തനാകൊണ്ട് നേരം വെളുത്ത് കഷ്ടപ്പെട്ടിട്ട് വരുന്ന കാശ് 1 രൂപ എൻ്റെ തരത്തില്ല, എല്ലാം കൊണ്ട് നമ്മുടെ കയ്യിലങ്ങ് കേൾക്കും. അവളാണെങ്കിലോ 1 രൂപ കൈവിട്ട് കളിക്കത്തില്ല. അത്തരം ഒരുത്തിയ പന്ന് കയറിയവളും എന്നായിരിക്കും മരുമോളെയും സ്വന്തം മോനെയും പറയുന്നത് അല്ലേ. മിക്കവാറും ഉള്ള വീടുകളിൽ അങ്ങനെയല്ലേ പറയുന്നത്. അന്നേരമേ ഈ മരുമോനെ നല്ലതും സ്വന്തം മകനെ ഇങ്ങനെ പറയുന്ന അതെന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിനൊന്നും മറുപടി തരണം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അമ്മമാർ, എല്ലാ അമ്മമാരെയും അല്ല ഞാൻ പറയുന്നത്, എല്ലാ അമ്മമാരെയും ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. 100-ൽ 50% അമ്മമാർ ഞാൻ കണ്ടെടുത്തോളം 50% അമ്മമാർ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ മരുമോനെ പൊക്കിയും സ്വന്തം മകനെ ഇങ്ങനെ താത്ത് സംസാരിക്കേണ്ട കാര്യം എന്താണ്? അതിൻ്റെ എന്താവശ്യമാണ്? ആ മരുമോളും ജീവിക്കാനായിട്ട് പോയതാ. ഈ മരുമോളെ ഇവർ പ്രസവിച്ച് ഇത്രയും സ്വന്തം മോളെ പ്രസവിച്ച് ഇത്രയും വളർത്തി വലുതാക്കി അന്യ വിട്ടതുപോലെ തന്നെയാണല്ലോ മറ്റൊരമ്മയും നല്ല രീതിയിൽ വേദന അനുസരിച്ച് നൊന്ത് പ്രസവിച്ച് അത്രയും വലുതാക്കി കൊടുക്കേണ്ടതെല്ലാം കൊടുത്തായിരിക്കും ഒരു മോളെ ഇവരുടെ മോനോട്ട് കെട്ടിച്ച് വിട്ടത് അല്ലേ. അതും ഒരു പെണ്ണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറ്റം പറഞ്ഞ് അതുങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അന്നേരം എന്താ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്? അപ്പം ഇങ്ങനെയൊക്കെ കേട്ട് വരുമ്പം സ്വാഭാവികമായിട്ടും മരുമക്കളുടെ പിന്നെ തിരിച്ചെന്തെങ്കിലും പറയാൻ തുടങ്ങും. അവർ സംസാരിക്കും, തിരിച്ച് പറയും, അങ്ങനെ അവിടെ ആ വഴക്കവിടെ തുടങ്ങും അല്ലയോ. അപ്പം ഇത് ആ കുടുംബത്തിൽ മൊത്തവും കൂടെ അല്ലയോ ബാധിക്കുന്നത്. ആരെങ്കിലും ഈ പറയുന്ന ഒരാളങ്ങ് നിർത്തിക്കഴിഞ്ഞാലോ ആ കുടുംബം അടിപൊളിയാവത്തില്ലേ? എന്തിനാ ഇങ്ങനെ പോകുന്നത്?
അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഇല്ലേ? എനിക്കിഷ്ടം പോലെ എൻ്റെ ചുറ്റിലും ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പക്ഷേ അതെന്താണ് അങ്ങനെ പറയുന്നത് എന്ന് മാത്രം എനിക്ക് ഞാൻ എന്തുമാത്രം ആലോചിച്ചിട്ട് എനിക്കത് ആ ഒരു കാര്യം മാത്രം എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല. ഇങ്ങനെ മരുമക്കളെ ഇങ്ങനെ പൊക്കിയും സ്വന്തം മകനെ ഇങ്ങനെ താത്തിയും ഈ അമ്മമാർ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ സ്വന്തം മോളെ അങ്ങ് പൊക്കി വെക്കും. വന്നു കയറിയ മരുമോളെ അങ്ങ് താത്ത് വെക്കും. എന്താണ് ഇങ്ങനെ? ഈ വന്നു കയറിയ പെമ്പിള്ളാരല്ലേ ഈ അമ്മയെ നല്ല രീതിയിൽ നോക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനങ്ങനെയാണ് കേട്ടോ. ഞങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് ഇതുപോലെ സുഖമില്ലാതൊക്കെ ഇരുന്നപ്പോഴൊക്കെ എൻ്റെ നാത്തൂൻ, അതെൻ്റെ ചേച്ചി, എൻ്റെ ചേച്ചി ഞാനും കൂടാണ് എല്ലാ രീതികളും നോക്കുന്നത്. പിന്നെ ഞാനാണ് എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് എനിക്ക് അവരും. ഞാൻ അവരെ പൊന്നെ പോലെ അവരെ കൊണ്ടു നടന്ന് നോക്കിയത്, ഇപ്പോഴും നോക്കുന്നതും. നമ്മളിപ്പം അങ്ങനെ തന്നെയല്ലേ നമ്മളെല്ലാവരും ചെയ്യുന്നത്. അത് നമ്മളോട് അവർ ഇങ്ങോട്ടൊരു സ്നേഹം കാണിച്ചാലല്ലേ നമ്മൾ തിരിച്ച് അവരോട് അങ്ങോട്ടൊരു സ്നേഹം കാണിക്കൂ. നമ്മുടെ അടുത്ത് അവർ ഒരു തരുമ്പോൾ സ്നേഹവും കാര്യങ്ങളും കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും കിട്ടുന്നത് അല്ലേ? റെസ്പെക്റ്റും സ്നേഹമൊക്കെ നമുക്ക് തരുന്നത് പോലെ നമ്മൾ തിരിച്ചും കൊടുക്കത്തോളും അല്ലേ? അപ്പം എല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളല്ലേ, എന്തിനാണ് ഇങ്ങനെ വേർകൃത്യം കാണിക്കുന്നത്? എല്ലായിടും ഇതൊക്കെ തന്നെ, മിക്കവാറും ഉള്ളിടത്തല്ല ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഓരോന്നോരോന്ന് കാണുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോസായിട്ട് ഇടുന്നത്. നിങ്ങൾ ഇതിന് മറുപടി ഒന്ന് തന്നു നോക്കി. എന്തായിരിക്കും ഈ അമ്മമാരൊക്കെ ഇങ്ങനെ വേർകൃത്യം കാണിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതിന് മറുപടി അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് തന്നാൽ കൊള്ളാവുന്നുണ്ട് മറുപടി കേട്ടോ.